പവിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം മുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങനെ വിക്രവും വേദിയും തമ്മിലുള്ള ആ ഒരു താലികെട്ടായിരിക്കും. അതിനു മുൻപേ തന്നെ ഹൽദി ഫംഗ്ഷനൊക്കെ തലേന്ന് ദിവസം നടത്തുന്നുണ്ട്. ഹൽദിക്ക് വേണ്ടിയിട്ട് വേദ ഏതായാലും നല്ല ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. അങ്ങനെ നല്ല ഗംഭീര ഫംഗ്ഷൻ തന്നെയായിരിക്കും കേട്ടോ അത്. ആ ഒരു ഹൽദി ഫംഗ്ഷൻ വളരെ വലിയ രീതിയിൽ ആഘോഷമാക്കിക്കൊണ്ട് തന്നെ അച്ഛമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൽദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇങ്ങനെ ആട്ടും പാട്ടും കളിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആഘോഷമായിരിക്കും. എന്നാൽ ഇതൊന്നും നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനി ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കുശുമ്പുകളൊക്കെ കാണിച്ചു നോക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും കേട്ടോ ഈ ഒരു കല്യാണം നടക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ വിക്രത്തിൻ്റെ മുഖത്ത് മാത്രം അത്രമാത്രം ഒരു സന്തോഷമൊന്നും കാണുന്നു. വിക്രത്തിന് ഒരിക്കലും വേദിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. വേദയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടതിനെ ജീവിതകാലം മുഴുവൻ തൻ്റെ ജീവിതസാഖിയാക്കാൻ വിക്രത്തിന് യോഗ്യതയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കും വിക്രത്തിന് അതിന് വലിയൊരു താല്പര്യമൊന്നും കാണിക്കാത്തത്. ഏതായാലും എല്ലാവരും അടിച്ചു പൊളിച്ച് ആ ഒരു ചടങ്ങിങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി വേദ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം എല്ലാവരും ചേർന്നിട്ട് അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഏതായാലും വിക്രമും ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വേദയുടെ കൂടെയൊക്കെ കൂടുന്നുണ്ട്. സുധാകര മാഷിൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരിക്കും. വേദയുമായിട്ടുള്ള വിക്രത്തിൻ്റെ കല്യാണത്തിന് സുധാകര മാഷിനെ എതിർപ്പില്ലെങ്കിൽ പോലും ഇനി വിക്രം എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു ടെൻഷനായിരിക്കട്ടെ മാഷിന്. എന്നിട്ട് വളരെയധികം സന്തോഷപൂർവ്വം തന്നെ അന്നത്തെ ആ ഒരു ഹെൽത്തി ഫംഗ്ഷനൊക്കെ കഴിയുന്നുണ്ട്. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേദ മുറിയിലേക്ക് വരുന്ന സമയത്തിന് നല്ല ഇടിവെട്ട് മഴയും കാറ്റും ഒക്കെ ആയിരിക്കും. ആ സമയത്ത് തന്നെ വേദ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കണം. വേദ ആദ്യമായിട്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് വന്ന് അന്നത്തെ ആ ഒരു ദിവസത്തെ പറ്റിയിട്ട് അന്നത്തെ ആ ഒരു രാത്രി ഉറങ്ങപ്പോലും ചെയ്യാതെ വേദ ഏതായാലും ആ ഇരുട്ടത്ത് ഇടിയും മിന്നലും മഴയായ സമയത്ത് പോലും ആ ഒരു മഴ നിന്ന് നനഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയാണ് വേദ. വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് അന്ന് വേദ കയറി വന്ന അന്നേ മുതൽ ഇന്ന് വരെ തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ നിമിഷങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും വേദ. വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വിക്രമും അതേ മഴയിലേക്ക് തന്നെ നോക്കിയിരിക്കുമായിരിക്കും. നാളെ മുതൽ താൻ വേദക്കൊരു ജീവിതം കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ നിൽക്കുമായിരിക്കട്ടെ വിക്രം. താൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് ഒരിക്കലും വേദയെ തളച്ചിടാനൊന്നും വിക്രം ആഗ്രഹിക്കുന്നില്ല. വേദയ്ക്ക് തന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടും, അല്ലെങ്കിൽ വേദയുടെ ജീവിതം സേഫ് ആയിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വിക്രം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. വേദ ഏതായാലും പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഇത്ര ദിവസമായിട്ട് വിക്രമിന് യാതൊരുവിധ മാറ്റവുമില്ല. എന്നിട്ട് വേദ സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നതും കണ്ടുകൊണ്ടായിരിക്കും ശ്രീജയെടുത്തി അങ്ങോട്ടേക്ക് വരുന്നത്. വേദയുടെ സങ്കടം കാണുന്ന സമയത്തിന് ശ്രീജയെടുത്തിക്കും അത് ഭയങ്കര സങ്കടമായിരിക്കും. എന്നിട്ട് ശ്രീജയെടുത്തിൻ്റെ തോളിൽ അങ്ങ് ചാഞ്ഞു പോവട്ടെ വേദ. ആ സമയത്തിന് ശ്രീജയെടുത്തി വേദയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ. വേദയുടെ മനസ്സിലുള്ള ഓരോ സങ്കടങ്ങളും ശ്രീജയെടുത്തിയോട് പറയുന്ന സമയത്ത് തന്നെ ശ്രീജ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതിന് സാരമില്ല വേദേ, എല്ലാം ശരിയാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കും. വേദ പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് അന്നേ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമായിട്ടാണ് ഞാൻ കണക്കിലാക്കുന്നത്. ഏതായാലും നാളത്തെ ആ ഒരു താലി കെട്ടിക്കഴിയുന്നതോടുകൂടി തന്നെ ഇനിയുള്ള കാര്യങ്ങളിലെങ്കിലും മാറി മറിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ അന്നേരം ശ്രീജ പറഞ്ഞിട്ട് അതൊക്കെ ശരിയാവും വേദ. നാളത്തെ ആ ഒരു ചടങ്ങ് കഴിയുന്നതോടുകൂടി തന്നെ വിക്രമും നീയും കൂടി നല്ല സന്തോഷത്തോടു കൂടി തന്നെ ജീവിതം വഹിക്കും. നീ ദീർഘസുമംഗലി ആയിക്കൊണ്ടതിന് ഒരുപാട് കാലം ഇവിടെ സന്തോഷത്തോടു കൂടെ വാഴുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീജ. ഏതായാലും എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ആ ഒരു വിവാഹത്തിൻ്റെ അന്നേ ദിവസം വന്നെത്താണ്. വേദയുടെ വീട്ടുകാരും വിക്രമിൻ്റെ വീട്ടുകാരും എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ടാവും. വിക്രമിന് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കട്ടെ വിക്രം ഏതായാലും വേദയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടാനൊക്കെ തീരുമാനിച്ചത്. കാരണം ഇത്ര വലിയൊരു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് താൻ എങ്ങാനും അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അച്ഛനെയും അച്ഛമ്മയെയൊക്കെ ബാധിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രമായിരിക്കട്ടെ വിക്രം ഏതായാലും താലി കെട്ടാനൊക്കെ സമ്മതിക്കുന്നത്. അങ്ങനെ ആ ഒരു താലി മാറ്റിക്കോർക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് വിക്രം ഏതായാലും പുതുമണവാളനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. വേദ അതീവ സുന്ദരിയായിക്കൊണ്ട് തന്നെ ആയിരിക്കട്ടെ മണ്ഡപത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടി വേദയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മഞ്ഞ താലി ചെറുട് മാറ്റിക്കൊണ്ട് തന്നെ അതിലേക്ക് സ്വർണ്ണമാല കോർത്തു കൊടുക്കട്ടോ വിക്രം. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കട്ടക്ക് സപ്പോർട്ടായിട്ട് ശ്രീജയെടുത്തിയും കൂടെയുണ്ട്. അങ്ങനെ താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റ് ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ജസ്റ്റിസ് ശങ്കരനാരായണൻ വേദയുടെ അച്ഛൻ ഏതായാലും സ്റ്റെയർ കേസിൽ നിന്ന് മറിഞ്ഞങ്ങ് വീണു എന്ന് അങ്ങനെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയായിരിക്കും കേൾക്കുന്നത്. അച്ഛന് ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ദീപ്തിക്ക് ഭയങ്കര സങ്കടമായിട്ട് ദീപ്തി അങ്ങ് പൊട്ടിക്കരയും. അപ്പോൾ എന്താ കാര്യമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദ കൊട്ടും തന്നെ അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് ഓടാണ്. ആ സമയത്തിന് വിക്രത്തിനെ തനിച്ചാക്കിക്കൊണ്ട് തന്നെ വേദയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എൻ്റെ അച്ഛനെ കാണാൻ ഞാനും കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചടങ്ങ് പോലും മുഴുവനാക്കാതെ വേദ ഏതായാലും വിക്രമിനെ തനിച്ചാക്കിക്കൊണ്ട് തന്നെ ആ ഒരു വിവാഹ വേഷത്തിൽ തന്നെ നേരെ ഓടിയിട്ട് ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ചടങ്ങ് പോലും തീരാതെ വേദമയോളം ഇങ്ങോട്ടൊക്കെ ഈ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ആശ്ചര്യത്തോട് നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും